അപ്പോൾ നമ്മൾ കന്യാകുമാരി ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രാവിലത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് അമ്പലങ്ങളിൽ പോവുമായിരുന്നു, ഈവനിങ് കന്യാകുമാരി പോവുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് പ്ലാൻ. അപ്പം പ്രീതിക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു, അപ്പോൾ അവൾ വന്നില്ല. ഞാനും പ്രിയയും കൂടെയാണ് അമ്പല ദർശനത്തിന് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്കൊരു ഓട്ടോ, അവരുടെ വീട്ടുകാർ തന്നെ നമുക്കൊരു ഓട്ടോ അറേഞ്ച് ചെയ്ത് തന്നു. സോ അതിനകത്ത് ഞങ്ങൾ പോവാണ്. അപ്പം ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 2 അമ്പലങ്ങളിൽ പോവുക. രാവിലെ ഒരു ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയി കേട്ടോ. 12-1 മണിയാകുമ്പോൾ തിരിച്ച് വരണമായിരുന്നു, എന്നാലേ ഞങ്ങൾക്ക് ഈവനിങ് കന്യാകുമാരി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യമേ പോയത് ശുചീന്ദ്രത്താണ്. ഞാൻ ശുചീന്ദ്രത്ത് പോയിട്ടുണ്ട്, ഓൾറെഡി ഞാൻ 2-3 തവണ പോയിട്ടുണ്ട്. സോ എനിക്ക് ഏരിയ അത്യാവശ്യം നല്ല ഫെമിലിയർ ആയിരുന്നു. സോ ആദ്യമേ ശുചീന്ദ്രത്ത് പോവുക, അവിടുന്ന് പിന്നീട് ഒരു നാഗക്കോവിൽ, അങ്ങനെ ഒരു കോവിലാണ്, അവിടെ പോവുക എന്നതായിരുന്നു ഞങ്ങളുടെ പ്ലാന്. ഞങ്ങൾ ചെന്ന ദിവസം തൊട്ട് അവിടെ മഴയാണ് കേട്ടോ. ഞങ്ങൾ 3 ദിവസം ഉണ്ടായിരുന്നു. ആ 3 ദിവസവും കന്യാകുമാരിയല്ല, നാഗർകോവിലിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 10 മണി കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും, ഒരു 10 മണി കഴിഞ്ഞു, 10:30 ആയപ്പോഴേക്കും ഞങ്ങൾ ശുചീന്ദ്രത്തെത്തി. അപ്പം ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ, മറ്റേ ആളില്ല. അപ്പം ശുചീന്ദ്രം നല്ലതായിരുന്നു. ഞങ്ങൾക്ക് മീൻസ് ഫോണൊക്കെ അവിടെ അകത്തോട്ട് നമുക്ക് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു, അതുകൊണ്ട് അവിടുത്തെ വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ശ്രീ സായി ബാബ ആളുടെ ഒരു ടെമ്പിൾ അതിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു ടെമ്പിളല്ല, നമുക്കൊരു മെഡിറ്റേഷൻ സെൻറ്റർ പോലെയാണ് നമുക്ക് തോന്നുക. അപ്പം അവിടെ ഞങ്ങളിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 10 മിനിറ്റോളം അവിടെ ഇരുന്നു. നല്ലൊരു സ്ഥലമാണ് കേട്ടോ, ഭയങ്കര പീസ് കാം ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ആളുകളൊന്നുമില്ല. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഓൾറെഡി ഒരു 2-3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. സോ അവിടെയും ഇരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നെക്സ്റ്റ് ഞങ്ങൾ വന്നത് ഈ നാഗർകോവിലായിരുന്നു. അവിടെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഏകദേശം 12 മണിയായി. അപ്പം 12:15 ആ സമയത്തേക്ക് ഈ കോവിലിൽ അടയ്ക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ധൃതിയിലാണ് കേട്ടോ അവിടെ അങ്ങോട്ട് പോയത്. വലിയൊരു ടെമ്പിളാണ്. നാഗം മാത്രമല്ല, വേറെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അവിടെ. അപ്പം അതിൻ്റെ ഈ ഒരു മതിലിങ്ങനെ ഒരുപാട് രൂപങ്ങളിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഭയങ്കര രസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് കുറേ നാഗത്തിൻ്റെ, ഞാൻ ഈ കാണിച്ചില്ല, ഇതുപോലെ കുറേ ശില്പങ്ങളുണ്ട്. അവിടെ നമുക്ക് തന്നെ പാലും മഞ്ഞളും ഒക്കെ വാങ്ങി പൂജിക്കാൻ പറ്റും. ആക്ച്വലി ഞങ്ങൾക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല. ഈ ഓട്ടോ ഈ അങ്കിളാണ് ഞങ്ങൾക്ക് ഇതെല്ലാം വാങ്ങി തന്നത്. ആളിതെല്ലാം വാങ്ങി തന്നിട്ട് ഇത് ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നല്ലൊരാളായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു അവളുടെ അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഗിഫ്റ്റ് പോലെ കൊടുക്കാമല്ലോ, അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ വന്നു. ശ്രീരാധ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ വന്നു. അപ്പോൾ ആൻറ്റിക്കൊരു സാരിയും അങ്കിളിന് ഷർട്ടും മുണ്ടും അങ്ങനെ വാങ്ങിക്കാനാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നിട്ട് ലഞ്ച് കഴിച്ചു. ലഞ്ച് ചോറ്, രസം, ഫിഷ് ഫ്രൈ ഒക്കെ ആയിരുന്നു. ആള് കഴിക്കില്ല കേട്ടോ. എന്താണ്, ബ്രാഹ്മിണല്ല, ബട്ട് ആൾ നോൺ വെജ് കഴിക്കില്ല. എഗ്ഗ് ഒഴിച്ച് വേറെ ഒന്നും ആൾ കഴിക്കില്ല. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു, റെഡിയായിട്ട് പിന്നെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്ത് കന്യാകുമാരി പോകാനുള്ള പ്ലാനാണ്. അപ്പം കന്യാകുമാരി പോകാനായിട്ട് അവിടുന്ന് വീണ്ടും ഓട്ടോയിൽ ഞങ്ങൾ നാഗർകോവിലിൽ വന്നു. നാഗർകോവിൽ ബസ് സ്റ്റാൻഡിൽ വന്നു. ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടായിരുന്നു, കന്യാകുമാരിയിൽ ആ ബോട്ടിങ്ങിന് പോകണമെങ്കിൽ 4 മണിക്ക് മുന്നേ അവിടെ എത്തണമെന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. സോ 4 മണിക്ക് 4:15 മുന്നേ തന്നെ എത്താം എന്നുള്ളൊരു വിചാരത്തിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇവിടുത്തെ വണ്ടികളുടെ പ്രത്യേകത, നമ്മൾ റാം കെയർ ഓഫ് ആനന്ദി ബുക്ക് വായിച്ചതിനകത്ത് അങ്ങനെയുള്ളവർക്കൊക്കെ അറിയാം, നമുക്ക് ഓരോ സ്ഥലത്തേക്ക് പോകുന്നതിനും ബസ്സിന് നമ്പറുണ്ട്, അതുപോലെ സ്പെസിഫിക് കളറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറേ ബസ് മിസ്സായി കേട്ടോ. 2 ബസ് മിസ്സായി. ആൾറെഡി അത് അങ്ങോട്ട് പോകുന്ന ബസ്സായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് മിസ്സായി. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ബസ് ഇവിടെ എത്തിയപ്പോഴേക്കും, അതായത് ഏകദേശം 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യണ്ടേ, അവിടെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും 4:15 കഴിഞ്ഞിരുന്നു. ബോട്ടിങ് എല്ലാം നിന്നിരുന്നു.
പിന്നെ ഞങ്ങൾക്ക് വേറെ വഴിയില്ല, എന്തായാലും കന്യാകുമാരി വന്നില്ലേ, കുറച്ച് നേരം കറങ്ങാം എന്നുള്ള രീതിയിൽ കണ്ടേ. ഇവിടെയാണ് നമുക്ക്, അതായത് ഈ സ്റ്റാച്യുവിൻ്റെ അടുത്തും വിവേകാനന്ദ റോക്ക്, ഈ 2 സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പോകണമെങ്കിൽ 4:15-നാണ് ലാസ്റ്റ് ബോട്ട് സർവീസ്. കന്യാകുമാരിയിൽ നിന്ന് നമ്മൾ ആ സീഷോറൊക്കെ കാണാനായിട്ട് നിൽക്കുന്നിടത്തു നിന്ന് 4:15-നാണ് ലാസ്റ്റ് ബോട്ട്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് അവിടെ എത്തിച്ചേർന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എത്തിയപ്പോഴേക്കും 4:17 അങ്ങാണ്ടായതേ ഉള്ളൂ. പക്ഷെ അവർ സർവീസ് നിർത്തി 4:15 എനിക്ക് തോന്നുന്നു ആ ഒരു സ്ഥലത്തെത്തുകയാണ്. അങ്ങനെ പിന്നെ എന്തായാലും പോയി, ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞങ്ങൾക്ക് വലിയ പ്ലാനൊന്നുമില്ല, എന്താ ഇനി ചെയ്യുക, ഒരു ഐഡിയ ഇല്ല. കുറച്ച് നേരം കടൽ കാണാം, പിന്നീട് തിരിച്ചു പോവാം, ഇവിടെ വരെ വന്നേല്ലേ എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞു നടന്നു എന്ന് തന്നെ പറയാം കേട്ടോ. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അതായത് കടലിൽ ഇറങ്ങണോ എന്നുള്ളൊരു കൺഫ്യൂഷനും എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇറങ്ങണോ ഇറങ്ങണ്ടേ, അതായത് മഴയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ വന്ന് ആ 3 ദിവസവും കുറേ നേരം, അതായത് കണ്ടിന്യൂസ് ആയിട്ട് മഴയുണ്ടായത് കൊണ്ട് നമുക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു, ഇറങ്ങണോ ഇറങ്ങണ്ടേ ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് ഫൈനലി ഞങ്ങൾ ഇറങ്ങി ഗൈസ്. നല്ലതായിരുന്നു. ഇതിലാണ് കേട്ടോ ഇറങ്ങുന്നത്. ഇറങ്ങി. പക്ഷേ ഇത് ഞങ്ങൾ ഈ ഒരു നമ്മളെ ഒരു സീ കാണാനായിട്ട് 2 സ്ഥലങ്ങളിൽ നിൽക്കാം. ആദ്യത്തെ സ്ഥലം ഇതാണ്, അത് കഴിഞ്ഞിട്ട് മറ്റേത് സാൻഡൊക്കെയുള്ള വേറൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾ ആദ്യം ഇറങ്ങി ചെന്നത് ഈ ഒരു, അതായത് ഒരു എന്താ പറയുക, ഒരു സിമെൻറ്റ് ബ്ലോക്കോ പാറ ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റെപ്പായിട്ട് വെച്ചിരിക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ ആദ്യം ഇറങ്ങിയത്. പക്ഷെ അവിടുത്തെ പ്രശ്നം കണ്ടു, ആ ഗ്രീൻ സംഭവമില്ല, അത് ഭയങ്കര വഴുക്കലാണ്. ഭയങ്കര വഴുക്കലെന്ന് പറഞ്ഞാൽ ഭയങ്കര വഴുക്കൽ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വഴുക്കൽ, നന്നായിട്ട് തെന്നിപ്പോവും. അപ്പോൾ അത് ഭയങ്കര കെയർഫുള്ളായിട്ട് നിന്നില്ലെങ്കിൽ കടലിനകത്ത് കിടക്കാം, വേറെ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നല്ല രസമാണ് കേട്ടോ ആ സ്റ്റെപ്സിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നിട്ട് അത് ഇറങ്ങി പോകുന്ന കാണാൻ നല്ല രസമാണ്. അതുപോലെ ആ ബാക്കിൽ ആ ഒരു ഗ്രീനും കൂടെ ഉണ്ടായത് നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കാലൊക്കെ നനച്ചു, കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നീട് ഇതിന് തൊട്ടിപ്പുറത്ത് തന്നെ, അതായത് ഒരു ബാരിക്കേഡ് വെച്ചേക്കുന്ന ഒരു സംഭവമുണ്ട്, അത് കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്ത് തന്നെ എൻ്റെ സാൻഡിൻ്റെ കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ സേഫാണ്, ഈ ഒരു വഴുക്കലും കാര്യങ്ങളും ഒന്നും അവിടെ ഒട്ടുമില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സേഫാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന്, ഇതാണ് കേട്ടോ, ഇതാ അടിപൊളി സ്ഥലമാണ്. അവിടെ ഒരു പയ്യൻ കുറേ നേരം കൊണ്ടേ കടലിൽ കിടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് നേരം തന്നെ ആ ഉപ്പ് വെള്ളത്തിനകത്ത് നിൽക്കുമ്പോൾ എന്തോ പോലെ. ആ പയ്യൻ ഞങ്ങളവിടെ നിന്ന് മൊത്തം സമയം ആ പയ്യൻ കടലിൽ തന്നെ ആയിരുന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു. അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്, ഞങ്ങളൊരു ഈവനിങ് ഞാൻ പറഞ്ഞില്ല, ഒരു 4:15 ആയപ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ഈ കടലിൻ്റെ ഈ ഭാഗത്തോട്ട് വരുന്നത്. ആ സമയത്തൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു ആ വ്യൂ ഒക്കെ കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ഞങ്ങൾ ജസ്റ്റ് എൻജോയ് ചെയ്തു.
എടുക്കുന്നുണ്ടായിരുന്നു. സ്കൂളിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെണ്ടമേളവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം ആ താളത്തിനൊത്ത് ആളും തുള്ളുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ എവിടെ പോകും എന്ന് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുമായിരുന്നു. എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോയാൽ മതി, എന്തായാലും കന്യാകുമാരി വന്നില്ലേ, ഇനി കുറച്ച് എവിടെയെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ കറങ്ങി അടിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കറങ്ങി അടിച്ച് നടക്കുന്ന സമയത്താണ് ഞങ്ങൾ കുറേ ഷെൽസ് കാണുന്നത് കേട്ടോ. അതായത് അപ്പോൾ ഈ ഷെൽസ് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ ചെവിയിൽ വെക്കുമ്പോൾ നല്ല സൗണ്ടൊക്കെ കേൾക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞങ്ങളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ കുറച്ച് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ല, ബട്ട് കുറച്ച് കീ ചെയിൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ വാങ്ങി. അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ വന്നത് ഈ മഹാത്മാഗാന്ധിയുടെ ഒരു മ്യൂസിയം പോലൊരു സ്ഥലമാണ് കേട്ടോ. ആളുടെ കുറേ ഫോട്ടോസ്, ആളുടെ ആഷ് അതൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ വന്നത്. അപ്പോൾ നമ്മളവിടെ ചപ്പലും ബാഗും ഒക്കെ പുറത്ത് ഒരു കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ കൊടുത്തിട്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാനായിട്ട്. അകത്തോട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റാണ് കേട്ടോ. അതായത് പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കണം. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോലും സംസാരിക്കുമ്പോൾ അവർ നല്ല വഴക്ക് പറയും, സംസാരിക്കരുത് എന്നൊക്കെ നല്ല ചീത്ത പറയും. അപ്പോൾ നല്ല പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കണം. ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പം അത്യാവശ്യം നല്ല ആളുകളുണ്ടായിരുന്നു. ഗാന്ധിയുടെ കുട്ടിക്കാലത്തുള്ള ഫോട്ടോസും പിന്നെന്താ വൈഫായിട്ടുള്ള ഫോട്ടോസും സോൾട്ട് സത്യാഗ്രഹയുടെ ഫോട്ടോസും അങ്ങനെ കുറേ കാര്യങ്ങളും. അതായത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര പീസായിട്ടുള്ളൊരു സ്ഥലത്ത് ഇത് മാത്രം നമ്മൾ നോക്കി നടക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ആ സമയത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു. 6:15 ആകുമ്പോഴേക്കും ഇത് അടയ്ക്കും. അപ്പോൾ 6 മണി തൊട്ട് അവർ വിസിലടിച്ചു തുടങ്ങും കേട്ടോ. വിസിലടിച്ചെന്നാൽ നമുക്ക് തന്നെ ദേഷ്യം വരുന്ന രീതിയിൽ അവർ വിസിലടിക്കുക. അതായത് അവർക്ക് എങ്ങനെയെങ്കിലും ഇത് അടച്ചിട്ട് 6:15 മാക്സിമം 6:15 അവർക്ക് ഇവിടുന്ന് പോകണം. ആ രീതിയിൽ അവർ വിസിലടിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിന് അടുത്ത ഒരു സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സിലൂടെ നമുക്ക് മുകളിൽ കയറി വരുമ്പം അവിടുത്തെ വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു സ്റ്റെപ്സും കൂടെ നമുക്ക് കയറാൻ പറ്റും. പക്ഷേ ആ ഒരു സ്റ്റെപ്പിലേക്ക് കയറാനൊന്നും അവർ സമ്മതിച്ചില്ല. കാരണം അപ്പോഴേക്കും നല്ല ടൈമായി. ഈ ആളുകൾ ഈ ID കാർഡ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യനാണെങ്കിൽ വിസിലടിച്ച് നമ്മളെ കൊല്ലും. നമുക്ക് തന്നെ ഇറിറ്റേറ്റഡ് ആവും. നമുക്ക് തന്നെ തോന്നുന്നു ഇറങ്ങി പോവാമെന്ന് തോന്നും. അതിനെങ്ങനെ വിസിലടിക്കും. ഓക്കെ, പക്ഷേ അവിടെ നിന്ന് കാണുന്ന വ്യൂ അത്യാവശ്യം നല്ല വ്യൂ ആണ്. നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയില്ല കേട്ടോ. സൺസെറ്റും കാണാൻ പറ്റില്ല. കാരണം അന്ന് ഞാൻ പറഞ്ഞേ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നുണ്ടായതുകൊണ്ടേ നമുക്ക് ഭയങ്കര ക്ലൗഡി ആയിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയില്ല. അങ്ങനെ അയാളുടെ വിസിലടിയുടെ അവസാന ഘട്ടമായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതിന് തൊട്ടിപ്പുറത്ത് ചെറിയൊരു പാർക്കുണ്ട്. അപ്പം പ്രീതി പറയുന്നുണ്ടായിരുന്നു ആ പാർക്കിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പാർക്കിലോട്ട് വന്നപ്പോൾ അവിടെ ഇയാൾ വന്ന് വിസിലടി തന്നെ ഇയാളുടെ പരിപാടി. അപ്പം അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇരിക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് പിക്ക് പോലും എടുക്കാൻ പറ്റില്ല. ആൾ വിസിലടിച്ച് ഞങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അവിടെ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു കഫേ കണ്ടു. അപ്പോൾ ഞങ്ങൾ കഫേയിൽ കയറേണ്ട ഇത് ഓൾറെഡി ഉച്ചയ്ക്ക് കഴിച്ചതെല്ലാം ഫുള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കഴിക്കണോ വേണ്ടേന്ന് ഞങ്ങളിങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെ വിചാരിച്ചു എന്തായാലും കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് സ്നാക്സ് ഒരു ചായയും കുടിച്ചു, സ്നാക്ക് കൂടെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ആ സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ ഇങ്ങനൊരു പ്ലേസ് ഉണ്ട് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള കുറേ ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ കുറേ ബെഞ്ചസൊക്കെ ബ്രോക്കണാണ്, നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ബട്ട് ബാക്കിയുള്ള ബെഞ്ചസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് സ്നാക്സൊക്കെ കഴിക്കുമായിരുന്നു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമല്ലോ. ഇവിടെ വരെ വന്നിട്ടുമ്പോൾ നമ്മൾ എന്തായാലും അത് എടുക്കണമല്ലോ, മാൻഡേറ്ററി ആണല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് പോസസൊക്കെ ഇട്ടു. ബാക്കിൽ ഫുള്ളാളാണ്, ബാക്ക്ഗ്രൗണ്ടൊന്നും ക്ലിയറായിട്ട് കിട്ടത്തുകൂടിയില്ല. അങ്ങനെ പിന്നെ അവരോട് പറഞ്ഞു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ ഫോട്ടോഷൂട്ടായിരുന്നു കുറച്ച് നേരത്തേക്ക്. അതിന് ശേഷം ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ മുന്നേ കടലിൻ്റെ ആ ഭാഗം കണ്ടപ്പോൾ തന്നെ ഒരു സൈറ്റിൽ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. ഇനി സൺറൈസ് ചെയ്യുമ്പോൾ സൺസെറ്റ് ചെയ്യാനും
അവിടെ വന്ന് നിന്ന് കാണുന്ന സ്ഥലമാണോന്നൊന്നും അറിയില്ല കേട്ടോ. ബട്ട് എന്തോ അത് കണ്ടപ്പോൾ അവിടെ കുറേ പേര് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം, സമയമുണ്ടല്ലോ, സമയം നമുക്ക് ആവശ്യം പോലെ സമയമുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ ഇതിനകത്തോട്ട് കയറി തുടങ്ങി, ഈ ബിൽഡിങ്ങിനകത്തോട്ട് കയറി തുടങ്ങിയപ്പോൾ ഇത്രയും നടക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് നടക്കാനുണ്ട്. ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. എനിക്ക് എങ്ങനെ ആ കാറ്റിനെ വിശദീകരിക്കണമെന്നല്ല, അതായത് അത്രയ്ക്കും കാറ്റായിരുന്നു, ഭയങ്കര പവർഫുള്ളായിട്ടുള്ള കാറ്റായിരുന്നു. ശരിക്കും ഭയങ്കര കാറ്റായിരുന്നു. മേ ബി സീയുടെ അടുത്തായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാനിത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. പക്ഷെ ഭയങ്കര കാറ്റായിരുന്നു. നമ്മൾ വെറുതെ നടന്നു പോയാൽ ജസ്റ്റ് ഒരു ഷേക്കൊക്കെ കിട്ടും, ആ അമ്മാതിരി കാറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു ബിൽഡിങ്ങിന് കയറി തുടങ്ങുന്നത്. മുകളിലോട്ട് പോകും തോറും ഇതിനിടയ്ക്കുള്ള ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കര നാരോ ആയിട്ട് വരാറുണ്ട്. അതിലൂടെ നമുക്ക് ആ സീ കാണുക എന്ന് പറയുമ്പോൾ, ആ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കേട്ടോ, ഭയങ്കര രസമാണ്. അതായത് കന്യാകുമാരിയിൽ പോകുന്നവർ ആരും ഈ ഒരു സംഭവം മിസ് ചെയ്യരുത്. കുറച്ച് കയറാനുണ്ട്, കുറച്ചധികം നടക്കാനും ഉണ്ട്, ബട്ട് സ്റ്റിൽ ഈ ഒരു വ്യൂ നിങ്ങൾ മിസ് ചെയ്യരുത്. ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് ഈവനിങ് ഒക്കെ പോകാം. ഉച്ചയ്ക്കൊന്നും പോകരുത് കേട്ടോ. ഉച്ചയ്ക്കൊക്കെ പോയാൽ നല്ല പൊരിഞ്ഞ വെയിലത്ത് പോയി നമ്മൾ കരിഞ്ഞ് വരേണ്ടി വരും. പക്ഷേ ഈവനിങ് ഒക്കെ പോവുകയാണെങ്കിൽ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. സൺസെറ്റ് സമയത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സൺസെറ്റ് വ്യൂ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും ഹൈറ്റിലല്ലേ, അപ്പോൾ എന്തായാലും അത് വ്യൂ ചെയ്യും. അതൊരിക്കലും മിസ് ചെയ്യരുത്. താഴ്ന്ന് ഈ സീ വന്ന് ഈ റോക്കിനകത്തോട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അത് എനിക്ക് സീരിയസ്ലി ആക്ച്വലി എനിക്കറിയില്ല അത് എങ്ങനെയൊക്കെ അതിനെ കാണിക്കണമെന്നുണ്ടോ. അത് ഓരോ ആംഗിളിലും നമ്മൾ എടുക്കുമ്പോഴും അതിന് ഓരോ ബ്യൂട്ടിയാണ്. സോ ഫൈനലി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലെന്തിൽ തന്നെ ആ വീഡിയോ ഇട്ടത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഇരുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 6:30 6:45 ആയപ്പോഴേക്കുമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇറങ്ങി കഴിയുമ്പോഴേക്കും നല്ല വിശന്നു. ഇത്രയും നേരം അലഞ്ഞ് തിരിഞ്ഞാണല്ലോ, അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് വിശക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ മുന്നേ കണ്ട കഫേയിൽ സീ ഫുഡ് എന്ന് പറഞ്ഞ് ഇതൊരു ഫുഡ് കോർട്ട് പോലൊരു സ്ഥലമാണ് കേട്ടോ. അതായത് ഒരുപാട് ഷോപ്പുകളുണ്ട് ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോഴേക്കും ഞങ്ങൾ ചോദിച്ച സാധനങ്ങളെല്ലാം അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്, നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ഷോപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം.
സോ എനിക്ക് ആക്ച്വലി എനിക്കൊന്നും വേണ്ടായിരുന്നു. അതായത് എനിക്കെന്തോ വിശന്നില്ലായിരുന്നു. ഉച്ചയ്ക്ക് നല്ല ഹെവി ആയിട്ട് കഴിച്ചുകൊണ്ടാവാം എനിക്ക് വിശന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ജ്യൂസും ഐസ്ക്രീമും കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ബസ് കയറി തിരിച്ച് നാഗർകോവിലിൽ വന്നു കേട്ടോ. രാത്രിയായിരുന്നു, നല്ല ലേറ്റ് 8:30 ആയപ്പോഴേക്കാണ് ഞങ്ങൾ നാഗർകോവിലിൽ വന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് തിരിച്ച് അവളുടെ വീട്ടിലോട്ട് പോയി. തിരിച്ച് കന്യാകുമാരി നാഗർകോവിലോട്ട് ബസ് കിട്ടാനായിട്ട് പിന്നെ എളുപ്പമായിരുന്നു. കാരണം ഞങ്ങൾ പഠിച്ചു വെച്ചല്ലോ ഏതൊക്കെയാണ് ബസ് നമ്പർ എന്നൊക്കെ. ഞങ്ങൾ പഠിച്ചു വെച്ച് ഞങ്ങൾ നല്ല സ്റ്റുഡിയസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ച് വരാൻ വളരെയധികം എളുപ്പമായിരുന്നു. തിരിച്ച് ഞങ്ങൾ വന്നു. അവിടെ ചിഞ്ചട്ടി മസ്റ്റാണല്ലോ, ഞങ്ങൾ ചിഞ്ചട്ടിയൊക്കെ കുടിച്ചതിന് ശേഷം അന്ന് സാറ്റർഡേ ആയിരുന്നു. സാറ്റർഡേ അവിടെ ശുചീന്ദ്രത്തെ വിശേഷം ഉണ്ടായിരുന്നു. അപ്പം അവിടുന്ന് എന്തോ ഒരു എഴുന്നള്ളത്ത് പോലൊരു സംഭവമാണ് നടക്കുന്നുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. എന്താ സംഭവം ആക്ച്വലി ആർക്കും അറിയില്ല. പക്ഷെ എന്തോ എഴുന്നള്ളത്ത് പോലെയുള്ളൊരു സംഭവമായിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഞങ്ങൾ പുറത്ത് നിന്ന് ആ ഒരു കാര്യം വീക്ഷിച്ചു കൊണ്ടേയിരിക്കും. നല്ല കാറ്റ്. ആ ബനിയൻ ട്രീയുടെ അതങ്ങുന്നുണ്ടോ, അടിപൊളി കട്ടി എപ്പോഴും അവിടെ കാറ്റ്. അക്കുവിന് എന്തെങ്കിലും അത് കിട്ടിയ അപ്പാണ് ഡാൻസ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ രാത്രിയാകുമ്പോഴും അവിടെ എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. അവിടെ കുറച്ച് ബഹളവും